വെൽക്കം ടു our യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ വാട്ട്സ് ഇൻ മൈ ബേബി ബാഗ് എന്നാണ് കാണാൻ പോകുന്നത്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പം കുട്ടികളുടെ കുറച്ച് എസെൻഷ്യൽ ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകുമല്ലോ. സോ എന്തൊക്കെയാണ് ഞാൻ എബികുട്ടനും മിച്ചൂട്ടനുമായിട്ട് ട്രാവൽ ചെയ്യുമ്പം എന്തൊക്കെ എസെൻഷ്യൽ ഐറ്റംസാണ് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ കാണിക്കാം. സോ നമുക്ക് ആദ്യം ബാഗ് തുറന്ന് നോക്കാം എന്തൊക്കെയാണ്. സോ ആദ്യം എബിക്കുട്ടൻ്റെ കാണിക്കാം. എബിക്കുട്ടൻ്റെ ആകെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. അപ്പം ആദ്യം എബിക്കുട്ടൻ്റെ കാണിക്കാം എന്താണ്. സോ ഫസ്റ്റ് ഐറ്റം ആണ് എബിക്കുട്ടൻ്റെ ആ പെയർ ഓഫ് ഡ്രസ്സ്. എപ്പം നോക്കിയാലും ഫുഡ് കഴിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് അങ്ങ് ഡ്രസ്സിലെല്ലാം സ്പെല്ല് ചെയ്യും. അപ്പം എപ്പോഴും അവന് അത്യാവശ്യമുള്ളൊരു സാധനമാണ് ആ പെയർ ഓഫ് ഡ്രസ്സ്. രണ്ടാമത്തെ എബിക്കുട്ടൻ്റെ ഐറ്റം ആണ് ഈ സ്ട്രോ. ഇത് ഇച്ചാനാണെങ്കിൽ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഇതിപ്പോൾ ഈ സ്ട്രോ എന്താ മേടിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആണെങ്കിൽ പ്ലാസ്റ്റിക്സ് ഒക്കെ ആണെങ്കിൽ ബാൻഡ് ആണല്ലോ. അപ്പം ഇപ്പം നമുക്കാണെങ്കിൽ പേപ്പർ സ്ട്രോയാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ജ്യൂസൊക്കെ മേടിക്കുമ്പോൾ ഈ പേപ്പർ സ്ട്രോ എന്താണെന്ന് അറിയാമോ, കടിച്ച് അവസാനം ആ സ്ട്രോയിൽ നിന്ന് ജ്യൂസ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇച്ചാനാണെങ്കിൽ എന്തോ ചെയ്തു, ഈ സ്ട്രോ ആണെങ്കിൽ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഇതാണെങ്കിൽ സ്റ്റീലാണ്, റീയൂസബിൾ ആണ്. അതിനുള്ള വാഷ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രോസ് ഉണ്ട് ഇതിൽ. പിന്നെ അതിന് വാഷ് ചെയ്യാൻ നന്നായിട്ട് അകത്തേക്ക് നല്ലോണം വാഷ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്, ബ്രഷ് പോലത്തെ ഒരു ഇതുണ്ട്. സോ ഇത് എനിക്ക് എബിക്കുട്ടൻ എസെൻഷ്യലായിട്ട് തോന്നി, അതുകൊണ്ട് ഇത് എപ്പോഴും ഈ ബാഗിലുണ്ട്. നമുക്ക് അടുത്തത് ഇച്ചൂട്ടൻ്റെ എന്തൊക്കെയാണെന്ന് കാണാം. പിന്നെ കുറേ ഐറ്റംസ് കോമൺ ആയിട്ട് രണ്ടു പേർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇച്ചൂട്ടൻ്റെ കാണിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. സോ ആദ്യം ഇനി അടുത്ത ഇച്ചൂട്ടൻ്റെ കാണിക്കാം. ഇച്ചൂട്ടൻ്റെ ആണ് ഹാസ് പറഞ്ഞ പോലെ ആ പെയർ ഓഫ് ഡ്രസ്സ്. അവനും ഒരു പെയർ ഓഫ് ഡ്രസ്സ് ഉണ്ട്. പിന്നെ അടുത്തത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടവല് മുഖമൊക്കെ തുടയ്ക്കണമെങ്കിലോ അതിന് വേണ്ടി ഒരു ടവല്. പിന്നെ ആണെങ്കിൽ ഒരു ടർക്കി. ഈ ടർക്കി ആണെങ്കിൽ ഞാൻ ഫീഡിങ് പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടർക്കിയാണ്. സോ ഇത് ബാഗിൽ എപ്പോഴും ഉണ്ട്. പിന്നെ വരുന്നതാണ് ഫീഡിങ് ബോട്ടിൽ. ഇതിൻ്റെ അകത്ത് ഫീഡിങ് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ വെള്ളമോ എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഞാൻ ഈ ഫീഡിങ് ബോട്ടിലാണ് അവന് കൊടുക്കുന്നത്. സോ ഫീഡിങ് ബോട്ടിൽ. പിന്നെ വരുന്ന ഐറ്റമാണ് മെയിനായിട്ടുള്ള ഐറ്റം ഡൈപ്പർ. അപ്പം ഡൈപ്പർ എപ്പോഴും ബാഗിലുണ്ട്, ഒരു സ്പെയർ എപ്പോഴും വെച്ചിരിക്കും. സോ ഡൈപ്പർ. ഇനി അടുത്ത ഐറ്റമാണ് ലോഷൻ. ഇത് രണ്ടു പേർക്കും ഞാൻ യൂസ് ചെയ്യും, കോമൺ ആയിട്ട് രണ്ടു പേർക്കും ഞാൻ യൂസ് ചെയ്യും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സെബാമെഡിൻ്റെ ആണ്. എൻ്റെ ആക്ച്വലി ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ഡ്രൈ സ്കിന്നൊന്നും അല്ല, ഒരു മീഡിയം ഡ്രൈ സ്കിന്നാണ്. സോ അതേ തന്നെയാണ് രണ്ട് കുട്ടികൾക്കും ഉള്ളത്. സോ അതിന് വേണ്ടി ഞാൻ എപ്പോഴും ലോഷൻ എൻ്റെ ബാഗിൽ, എപ്പോഴും ഈ ബാഗിൽ ലോഷൻ ഉണ്ടാവും. സോ രണ്ടു പേർക്കും ഞാൻ ഈ ലോഷൻ യൂസ് ചെയ്യും. സോ ഇപ്പം സെബാമെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഷെബിമോന് ഞാൻ യൂസ് ചെയ്യുന്നത് മമാർത്തിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഐറ്റം ആണ് ലിപ് ബാം. ഇതും ഞാൻ സെബാമെഡിൻ്റെ യൂസ് ചെയ്യുന്നത്. രണ്ടു പേർക്കും യൂസ് ചെയ്യുന്നുണ്ട് ലിപ് ബാം. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റിൽ ഇപ്പം ലിപ് ബാം മസ്റ്റ് ആണല്ലോ. അപ്പം ലിപ് ബാം. ഇനി അടുത്ത ഐറ്റം ആണ് ഇതൊരു ബാഗാണ്. ഓക്കെ, ഇതപ്പം ഇൻ കേസ് നമ്മൾ വെറ്റ് ക്ലോത്ത്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ബാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ബാഗ് ഉണ്ട്, ഒരു കവർ പോലെ. അത് അപ്പം ഈ കവറിൻ്റെ അകത്ത് നമുക്ക് വെറ്റ് ക്ലോത്ത്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇടാം. ഇല്ലെങ്കിൽ ഡൈപ്പർ ഉണ്ടെങ്കിലും വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇത് ഡിസ്പോസ് ചെയ്യാം. അപ്പം അതുകൊണ്ട് ഇത് മസ്റ്റായിട്ട് ബാഗിലുണ്ട്. പിന്നെ കാണിക്കാം. ഇനി അടുത്ത ഐറ്റമാണ് ഇത്. ഒരു ബൗളാണ്. ഈ ബൗളിലാണ് ഞാൻ ഇച്ചൂട്ടനാണെങ്കിൽ കുറുക്ക് കലക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പം അതിനുള്ള സ്പൂണും ഉണ്ട്, കുറുക്ക്. അതുപോലെ ഒരു ഫ്ലാസ്കിൽ ചൂട് വെള്ളവും ഞാൻ കൊണ്ടുപോകും. ഫ്ലാസ്ക് ഇപ്പം ഇവിടെ ഇല്ല, നാട്ടിൽ വെച്ചിരിക്കുകയാണ്. സോ
സോ ഫ്ലാസ്കും ഞാൻ എടുക്കാറുണ്ട്. അപ്പം അതാവുമ്പം കുറുക്ക് കലക്കിയിട്ട് കൊടുക്കാം. ഇത് പിന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്തും വെക്കാം. സോ ഓപ്പൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. സോ ഇത് ക്ലോസും ചെയ്യുക. ഇത് ഇങ്ങനെ ഒരു ബൗളും ഒരു സ്പൂണും ബാഗിൽ എപ്പോഴും ഉണ്ട്. ആൻഡ് പിന്നെയാണ് വൈപ്പ്. വൈപ്പ് മസ്റ്റ് ആണല്ലോ, 2 പേർക്കും യൂസ് ചെയ്യും വൈപ്പ്. ഐ തിങ്ക് അത്രയും ഉള്ളൂ വാട്ട്സ് ഇൻ മൈ ബേബി ബാഗ്. അത്രയും ഐറ്റംസേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് എസെൻഷ്യൽ ഐറ്റംസ് ഞാൻ എബിക്കുട്ടനും മിച്ചുട്ടിനും ട്രാവലിന് പോകുമ്പം കൊണ്ടുപോകുന്നത്. സോ ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. ഇനിയിപ്പം ഞാൻ ഏതെങ്കിലും ഇനി വേറെ എന്തെങ്കിലും എസെൻഷ്യൽ ഐറ്റം ഞാൻ കൊണ്ടുപോകണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി വേറെ എന്തെങ്കിലും ഞാൻ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാനത് കൊണ്ടുപോകാൻ നോക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ till then bye.